52 സൂത്രങ്ങളുണ്ട്. ഈ ഷഡ്ദർശനങ്ങൾ അതിൽ അഞ്ചാമത്തേത് പൂർവമീമാംസ, ആറാമത്തേത് ഉത്തരമീമാംസ. ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം 4 പിന്നെ പൂർവമീമാംസ, ഉത്തരമീമാംസ. അതിൽ പൂർവമീമാംസ ജൈമിനി മഹർഷി രചിച്ച ജൈമിനി സൂത്രങ്ങൾ എന്നറിയപ്പെടുന്നു. ഉത്തരമീമാംസയാണ് ഈ ബ്രഹ്മസൂത്രം എന്ന രീതിയിൽ അറിയപ്പെടുന്നു, എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രഹ്മസൂത്രത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, എന്തിനാണ് പറയുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്കാണ് ആദ്യമായിട്ട് ഇതിനെ നമുക്ക് എന്തൊക്കെയാണ് ഈ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സൂത്രം എന്നുള്ളതിന് നിർവചനം എടുക്കാം. അല്പാക്ഷരമസന്നിഗ്ധം സാരവത് വിശ്വതോമുഖം അസ്തോഭമനവദ്യം ച സൂത്രം സൂത്രവിദോ വിദുഃ. സൂത്രത്തിൻ്റെ നിർവചനം നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ പാണിനി സൂത്രമൊക്കെ കണ്ട് യോഗസൂത്രം പഠിച്ചു, പാണിനി സൂത്രം പഠിച്ചു. ഇങ്ങനെ സൂത്ര ടെക്സ്റ്റ്, സൂത്ര സ്റ്റൈൽ ടെക്സ്റ്റ്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഈ പൂർവമീമാംസ സൂത്രങ്ങൾ, യോഗസൂത്രങ്ങൾ, സാഖ്യസൂത്രങ്ങൾ, വൈശേഷ്യ സൂത്രങ്ങൾ, ന്യായസൂത്രങ്ങൾ, അതേപോലെ തന്നെയാണ് ഈ ഉത്തരമീമാംസ സൂത്രങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 6 ഗ്രന്ഥങ്ങളും നമുക്ക് ഈ സൂത്രരൂപത്തിൽ സൂത്രങ്ങളായിട്ട് തന്നെയാണ് കിട്ടിയത്, സൂത്ര സ്റ്റൈൽ ടെക്സ്റ്റുകളായിട്ടാണ്. പിന്നെ അതേമാതിരി മറ്റനേക സൂത്രങ്ങളുമുണ്ട്. നാരദ ഭക്തി സൂത്രം, പിന്നെ അതേമാതിരി പല സൂത്രങ്ങളുമുണ്ട്. നമ്മൾ കാമസൂത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേമാതിരിയുള്ള സൂത്രങ്ങൾ. അപ്പോൾ സൂത്ര സ്റ്റൈൽ ടെക്സ്റ്റാണ്. അപ്പോൾ അതിനകത്ത് ഈ സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അതിതാണ്: അല്പാക്ഷരമായിരിക്കണം, അസന്നിഗ്ധം, ഒരു സംശയം കൂടാത്തതായിരിക്കണം, സാരവത്ത്, സാരമുള്ളതായിരിക്കണം, വിശ്വതോമുഖം. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല സാധ്യതകൾ നമുക്ക് തുറന്നു തരുന്നതായിരിക്കും. അതാണ് വിശ്വതോമുഖം, പലയിടത്തേക്കായിട്ട്. അസ്തോഭം, ഒരിളക്കമില്ലാത്തതായിരിക്കണം. അനവദ്യം, അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദുഃ. അനവദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുമ്പ് പറയാത്തത് ആയിരിക്കണം, അതായത് പുതുമയുള്ളതായിരിക്കണം. അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദുഃ. ഇങ്ങനെയുള്ളതിനെ സൂത്രവിത്ത്, സൂത്രങ്ങൾ എന്ന് പറയുന്നത്. അതാണ് സൂത്രം സൂത്രവിദോ വിദുഃ എന്ന് പറയുന്നത്. വിദുഃ അറിയുന്നു, സൂത്രവിദഃ, സൂത്രവിത്ത് അതിൻ്റെ ബഹുവചനം സൂത്രവിദഃ. സൂത്രത്തെ അറിയുന്നവരെയാണ് സൂത്രവിത്ത് എന്ന് പറയുന്നത്. അതാണ് സൂത്രവിത്തുക്കൾ അറിയുന്നു, സൂത്രം എന്ന് അറിയുന്നു. നമ്മൾ ഈ 2 പ്രാവശ്യം സൂത്രം സൂത്രവിദോ വിദുഃ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടരുത്, അതിതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് സൂത്രം എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ 552, അപ്പോൾ ഈ 552 സൂത്രങ്ങളിലൂടെ ബ്രഹ്മത്തെ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1-2 വാക്കുകളാവാം, അതായത് ഒന്നിൽ കൂടുതൽ വാക്കുകളാവാം, പിന്നെ ചിലപ്പോൾ ഒരു വരി വരെ നീണ്ടതാവാം. ഇങ്ങനെ പല രീതിയിലും വരാം. സ്വല്പം നീണ്ട ഒരു സൂത്രങ്ങൾ, നമ്മൾ ചില പാണിനി സൂത്രങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ
കുറച്ചുകൂടി വലിപ്പമുള്ള സൂത്രങ്ങളൊക്കെ കാണാം. പക്ഷെ അതുകൊണ്ട് അത് സൂത്രമല്ലാതാകുന്നില്ല. അല്പാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിമം ആ ഒരു സബ്ജക്റ്റ് മാറ്റർ നമുക്ക് അവതരിപ്പിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ എത്ര അക്ഷരങ്ങൾ, എത്ര പദങ്ങൾ വേണോ അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് സൂത്രത്തിൻ്റെ നിർവചനം. ഇനി നമുക്ക് കാണാം, ഈ ടെക്സ്റ്റിന് ഈ 552 സൂത്രങ്ങളുള്ള ഈ ടെക്സ്റ്റ് 4 അധ്യായങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 4 അധ്യായങ്ങളെ ഓരോ അധ്യായത്തിനും 4 പാദം. അങ്ങനെ ഈ നമ്മൾ പാദങ്ങളെയൊക്കെ നമ്മളിത് കണ്ട യോഗസൂത്രത്തിൽ ഇതേമാതിരി കണ്ടിരുന്നു, പിന്നെ പാണ്ഡ്യസൂത്രങ്ങളിൽ ഇതേ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ 4 അധ്യായങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അധ്യായം സമന്വയം എന്ന് പറയുന്ന അധ്യായം, സമന്വയാധ്യായം. രണ്ടാമത്തേത് അവിരോധം, മൂന്നാമത്തേത് സാധനം, നാലാമത്തേത് ഫലം. ഓരോ അധ്യായത്തിനും 4 പാദങ്ങൾ. അപ്പോൾ 4 16 പാദങ്ങൾ ടോട്ടലുണ്ട്. 16 പാദങ്ങളിലായിട്ടാണ് 552 സൂത്രങ്ങളിലൂടെ എന്തിനെ പരാമർശിച്ചു. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ബ്രഹ്മത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ സൂത്രങ്ങളും ഓരോ അധികരണത്തിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. ഈ അധികരണങ്ങളെന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക രീതിയിലുള്ള ഈ അവതരിപ്പിക്കലാണ് ഈ അധികരണം എന്ന് പറയുന്നത്. അതായത് ഒരു അധികരണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 5 ഭാഗങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഒരു അധികരണം. ആ 5 ഭാഗങ്ങളെന്ന് പറയുന്നത് വിഷയം, സംശയം, പൂർവപക്ഷം, സിദ്ധാന്തം, സംഗതി. ഈ 5 എണ്ണം. അതായത് ഇപ്പം എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്, അതാണ് അവിടുത്തെ വിഷയം. പിന്നെ സംശയം. അപ്പോൾ ആ വിഷയം എന്തിനെക്കുറിച്ചാണോ പറയാൻ പോകുന്നത് അതിന്മേലൊരു സംശയം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ സംശയം. പിന്നെ ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. ആ ധാരണയാണ് പൂർവപക്ഷം. ആ ധാരണ ശരിയായിട്ടുള്ള ജ്ഞാനത്തെ അവതരിപ്പിക്കുന്നതിലൂടെ മാറുന്നു. അങ്ങനെ മാറുമ്പോഴാണ് അതിനെ സിദ്ധാന്തം, അതായത് ശരിയായ അർത്ഥം പറയുമ്പോൾ അത് സിദ്ധാന്തം. അപ്പം ഇങ്ങനെയാണ് വിഷയം, സംശയം, പൂർവപക്ഷം, പിന്നെ സിദ്ധാന്തം. 4 എണ്ണമായി. 5ാമത്തേതാണ് സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ എല്ലാത്തിനെയും കൂടി ഓരോന്നിനെയും ഈ പറയുന്ന കാര്യങ്ങളെ യോജിപ്പിക്കുന്ന ഒരു ഘടകം, അതാണ് ഈ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിപ്പം ഈ അതായത് ഉദാഹരണം, ആ ഉദാഹരണ സംഗതി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ സംഗതി എന്ന് പറയുന്നത്. സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദാഹരണം അവിടെ യോജിക്കണം. അങ്ങനെ യോജിക്കുന്ന ഒന്നിനെ കൊണ്ടുവരുമ്പോൾ അതിനെയാണ് ഈ സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം യോജിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും പറഞ്ഞിട്ട് മോരും മുതിരയും പോലെ യോജിക്കാതെ പോയിക്കഴിഞ്ഞാൽ അവിടെ സംഗതി ഇല്ല എന്ന് പറയും. അപ്പോൾ അതാണ് അതിൻ്റെ ആ സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ യോജിപ്പിക്കുന്ന സാധനം, അതിനെയാണ് സംഗതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുമല്ലോ, ഈ നമ്മൾ ഇപ്പോൾ ഈ വിഷയം എടുത്തു വിചാരിക്കുക. വിഷയം എടുക്കുമ്പോൾ ഇപ്പം നമുക്ക് ഈ ഇപ്പോൾ ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അധികരണം എന്ന വാക്കിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ സൂത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സൂത്രം ജിജ്ഞാസ എന്ന് പറയുന്ന അധികരണം ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ജിജ്ഞാസാധികരണം. ഒന്നാമത്തെ സൂത്രം അത് തന്നെ ഒരു അധികരണമാണ്. രണ്ടാമത്തെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സൂത്രം
ജന്മാദ്യധികരണം എന്നാണ് ആ സൂത്രത്തിൻ്റെ പേര്. സൂത്രം ഇതാണ്, ജന്മാദ്യസ്യതഃ. അപ്പം ജന്മാദ്യധികരണം എന്ന സൂത്രത്തിന് എന്ന ആ ഒരൊറ്റ സൂത്രത്തിന് പേര് കൊടുത്തു, ജന്മാദ്യധികരണം. മൂന്നാമത്തെ അധികരണം ശാസ്ത്രയോനിത്വാധികരണം. അപ്പം അതിനകത്ത് ആ ശാസ്ത്രയോനിത്വാധികരണത്തിൽ ഒരു സൂത്രം, ശാസ്ത്രയോനിത്വാത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സൂത്രമേ ഉള്ളൂ. നാലാമത്തേത് സമന്വയാധികരണം. സമന്വയാധികരണത്തിൽ തത്വസമന്വയാത് ഒരു സൂത്രം. അതോടുകൂടിയിട്ട് ആ 4 സൂത്രങ്ങൾ കൊണ്ട് 4 അധികരണങ്ങൾ പറഞ്ഞു. അഞ്ചാമത്തെ അധികരണം അധികരണത്തിൽ എത്ര സൂത്രം ഉണ്ടെന്ന് പറയാം. അഞ്ചാമത്തെ അധികരണമാണ് ഈക്ഷത്യധികരണം. 5 തൊട്ട് 11 വരെ സൂത്രങ്ങൾ ഈ അധികരണത്തിലുണ്ട്. അധികരണത്തിൻ്റെ പേര് ഈക്ഷത്യധികരണം. ആറാമത്തെ അധികരണം ആനന്ദമയാധികരണം. 12 തൊട്ട് 19 വരെയുള്ള സൂത്രങ്ങൾ. അന്തരധികരണം 20 തൊട്ട് 21 വരെയുള്ള സൂത്രങ്ങൾ. ആകാശാധികരണം 22ാമത്തെ സൂത്രം, ഒറ്റ സൂത്രമേ ഉള്ളൂ. പ്രാണാധികരണം ഒരു സൂത്രമേ ഉള്ളൂ, 23ാമത്തേത്. പിന്നെ ജ്യോതിശ്ചാധികരണം 24 തൊട്ട് 27 വരെയുള്ള സൂത്രങ്ങൾ. പ്രതർദ്ധനാധികരണം 28 തൊട്ട് 31 വരെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം, ഒരു അധികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂത്രമാവാം, മിനിമം ഒരു സൂത്രം വേണം. അതാണ്, ഒരു സൂത്രമാവാം, ഒന്നിൽ കൂടുതൽ സൂത്രങ്ങളാവാം എന്ന്. അപ്പോൾ എന്താണ് അപ്പോൾ അധികരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അധികരണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അധിക്രിയതേ, അതായത് ഒരു വിഷയം എടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. അത് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് മാറ്റർ എടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ആ വിഷയത്തിൽ ഈ 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ആ 5 കാര്യങ്ങളാണ് മുമ്പ് പറഞ്ഞത്. ഇതൊക്കെയാ 5 എണ്ണം പറഞ്ഞത്. ഒന്നാമത്തേത് വിഷയം, രണ്ടാമത്തേത് സംശയം, മൂന്നാമത്തേത് പൂർവപക്ഷം, നാലാമത്തേത് സിദ്ധാന്തം, അഞ്ചാമത്തേത് സംഗതി. ഈ 5 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് എടുക്കാം. ഒന്നാമത്തേത് വിഷയം എന്ന് പറഞ്ഞല്ലോ. അപ്പം വിഷയവും സംഗതിയും ഒന്ന് തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നാം. കാരണം അർത്ഥം മനസ്സിലായെങ്കിൽ പെട്ടെന്ന് അങ്ങനെയായിരിക്കും നമുക്ക് തോന്നുക. അപ്പോൾ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സബ്ജക്റ്റ് മാറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വിഷയത്തിന്. സംഗതി എന്ന് പറയുമ്പോഴും നമ്മൾ അത് തന്നെയല്ലേ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിന് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് വിഷയം ബ്രഹ്മസൂത്രത്തിൻ്റെ വിഷയം എന്താണ്? അതായത് ഇവിടുത്തെ ഒരു അധികരണത്തെക്കുറിച്ചാണ് പറയുന്നത്, ബ്രഹ്മസൂത്രം ടെക്സ്റ്റിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഒരു സൂത്രം എന്തിനെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സൂത്രം ഒരു അധികരണമായപ്പോൾ ഈ അധികരണം എന്തിനെക്കുറിച്ച് പറഞ്ഞു, അതാണ് ആ അധികരണത്തിൻ്റെ വിഷയം. ആ അധികരണത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രങ്ങളെ, വേദാന്ത വാക്യങ്ങളെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വേദാന്ത വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർക്കണം, ഉപനിഷത്ത് വാക്യങ്ങളെയാണ് വേദാന്ത വാക്യങ്ങൾ എന്ന് പറയുന്നത്. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്താണ്. അതുകൊണ്ട് ഏത് ഉപനിഷത്ത് വാക്യത്തിനെയാണ് ഈ അധികരണത്തിൽ പരാമർശിക്കുന്നത്, എന്തിനെയാണ് വിശകലനം ചെയ്യുന്നത്, അതാണ് അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ സൂത്രം എടുക്കുക, അധാതു ബ്രഹ്മ ജിജ്ഞാസ. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ സൂത്രം, അധാതു ബ്രഹ്മ ജിജ്ഞാസ. അപ്പോൾ ഈ അധാതു ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് ഉള്ള അതഹ അനന്തരം അതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ പിന്നെന്താ അതിൻ്റെ കൂട്ടത്തിൽ ക്രിയാപദം ചേർക്കണം, കർത്തവ്യ എന്ന് ക്രിയാപദം കൂടെ ചേർത്തു.
ബ്രഹ്മജിജ്ഞാസ സ്ത്രീലിംഗമായതുകൊണ്ട് കർത്തവ്യ, പുല്ലിംഗമായിരുന്നെങ്കിൽ കർത്തവ്യ എന്ന് വന്നേനെ, നപുംസകമായിരുന്നു എന്നുണ്ടെങ്കിൽ കർത്തവ്യം എന്ന് പറഞ്ഞേനെ. പക്ഷെ ഇവിടെ ജിജ്ഞാസ എന്ന് പറയുന്ന സ്ത്രീലിംഗമായതുകൊണ്ട് കർത്തവ്യ, ബ്രഹ്മജിജ്ഞാസ ചെയ്യണം എന്ന് അർത്ഥം കിട്ടി. അനന്തരം അതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ ചെയ്യണം. ഇവിടുത്തെ ഇപ്പം വിഷയം എന്താ? വിഷയം ഇത് ഈ പറഞ്ഞ വരിയല്ല വിഷയം. പകരം ഇവിടെ ഈ സൂത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സൂത്രം ഡയറക്റ്റായിട്ടുള്ളൊരു ഉപദേശം, നിങ്ങൾ അതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ ചെയ്യണം എന്ന് നിങ്ങൾ പഠിക്കൂ എന്നുള്ളതല്ല അവിടെ സൂത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ സൂത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപനിഷത്ത്, ഏത് ഉപനിഷത്ത് വാക്യമാണ് ഈ പരാമർശിച്ചിരിക്കുന്നത്, ഏത് ഉപനിഷത്ത് വാക്യമാണ് അത്? നമുക്ക് തൈത്തിരീയോപനിഷത്തിൽ തദ്വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രയോഗം കാണാം. തദ്വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേതി. അപ്പോൾ തത് വിജിജ്ഞാസസ്വ, അതിനെ അന്വേഷിക്കുക, അറിയുവാൻ ആഗ്രഹിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. വിജിജ്ഞാസസ്വ, ജിജ്ഞാസ. ആ ജിജ്ഞാസ എന്നുള്ളത് അറിയുവാൻ ആഗ്രഹത്തിനെ ജിജ്ഞാസ എന്ന് പറയുന്നു. വിജിജ്ഞാസസ്വ എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹിക്കൂ എന്ന്. വിശേഷേണ ജിജ്ഞാസസ്വ ജിജ്ഞാസസ്വ, അത്രയേ ഉള്ളൂ. വി എന്ന് പറയുന്ന ഒരു ഉപസർഗവും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം വിശേഷേണ അറിയുവാൻ ആഗ്രഹിക്കുക, വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേതി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുണ്ട് തദ്ബ്രഹ്മ. അപ്പോൾ അതിനെ അറിയാൻ ആഗ്രഹിക്കുന്നു, അത് ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തദ്വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേ എന്ന് പറഞ്ഞിരിക്കുന്ന ഉപനിഷത്ത് വാക്യമാണ് അഥാതു ബ്രഹ്മജിജ്ഞാസ എന്ന സൂത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സൂത്രത്തിൻ്റെ വിഷയം അവിടെ ആ മുമ്പ് പറഞ്ഞ വിജിജ്ഞാസസ്വ എന്ന ഉപനിഷത്ത് വാക്യം, അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ അതുപോലെ അപ്പോൾ ഇതിനകത്ത് ഇനി എന്താ ഉള്ളത്? അഥ ഒരു വാക്യം ഒരു ശബ്ദം കിടക്കുന്നു, അഥ. പിന്നുള്ളത് അതഹ, അങ്ങനെ രണ്ടാമത്തെ വാക്ക് കിടക്കുന്നു. ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കാണ്. ആ ഒറ്റ വാക്ക് രണ്ട് വാക്കുകൾ കൂടെ ചേർന്നതാണ് ആ ഒറ്റ വാക്ക്. രണ്ട് വാക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ബ്രഹ്മ, രണ്ട് ജിജ്ഞാസ, രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒറ്റ വാക്കായി. അപ്പോൾ ഈ രണ്ടെണ്ണവും കൂടെ ചേരുമ്പോൾ നമ്മൾ സൂത്രം പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ സമാസത്തെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെയാണ് ഇതൊരു സമാസമാണ്. സമാസം എന്ന് പറയുമ്പോൾ രണ്ട് വാക്കുകൾ കൂടെ ചേർന്ന് ഒറ്റ വാക്കായി. അപ്പം ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമാസം കൊണ്ട് ഇത് ഷഷ്ടി സമാസം, ഷഷ്ടി തത്പുരുഷ സമാസമാണ്. ഷഷ്ടി തത്പുരുഷ സമാസമാകുമ്പോൾ ബ്രഹ്മത്തിൻ്റെ ജിജ്ഞാസ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഷഷ്ടി തത്പുരുഷനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ബ്രഹ്മത്തിൻ്റെ ജിജ്ഞാസ വേണം എന്ന് കർത്തവ്യ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സെൻസുള്ള, അതുപോലത്തെ അർത്ഥം ജനിപ്പിക്കുന്നതായ ഒരു ക്രിയാപദം ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ജിജ്ഞാസ എന്ന അർത്ഥം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് അവിടെ യോജിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്തിൻ്റെ ജിജ്ഞാസ എന്നുള്ള ചോദ്യത്തിന് ബ്രഹ്മത്തിൻ്റെ ജിജ്ഞാസ എന്നുള്ള ഉത്തരം കിട്ടി. അപ്പം ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത് ഷഷ്ടി തത്പുരുഷ സമാസം. അതായത് ഇവിടെ നമുക്ക് ഈ ബ്രഹ്മം ജിജ്ഞാസാ വിഷയമാകുവാൻ യോഗ്യമാണോ എന്നൊരു ഒരു സംശയം ഉണ്ടാവാം. അതായത് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നതുകൊണ്ട് ബ്രഹ്മത്തെ അറിയുവാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അറിയുവാൻ ആഗ്രഹിക്കേണ്ടുന്ന ഒരു വിഷയമാണോ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മറ്റേതല്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ അറിയേണ്ടതായ ഒന്ന്, അറിയേണ്ട ആവശ്യമുള്ള ഒന്നാണോ ബ്രഹ്മം? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായി. ഇനിയിപ്പോൾ ആ സംശയമാണെങ്കിലോ ഉടനെ പൂർവപക്ഷം വരുന്നു, സിദ്ധാന്തവും വരുന്നു. പൂർവപക്ഷം പറയുന്നു
ബ്രഹ്മത്തെ ബ്രഹ്മത്തിന്മേൽ സംശയം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അല്ലെങ്കിൽ അതേമാതിരി എന്താ ഒരു ന്യായം കൊണ്ടുവന്നിട്ട് പറയുന്നു, എന്താ ബ്രഹ്മത്തെ അറിഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഇപ്പം കർമ്മസിദ്ധാന്തം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെ പറയുന്നു, പ്രയോജനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു പുണ്യം, നമുക്കൊരു പുണ്യം കിട്ടണ്ടേ, എപ്പോഴല്ലേ അതൊരു പ്രയോജനമാവത്തുള്ളൂ. പുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? പ്രവൃത്തി എടുക്കണം, ജോലി എടുക്കണം, അതായത് കർമ്മം ചെയ്യണം. അപ്പം കർമ്മമാണ് പുണ്യത്തെ ഉണ്ടാക്കുന്നത്, പുണ്യമാണ് ഫലത്തെ ഉണ്ടാക്കുന്നത്. അപ്പം ഫലാഭാവാത് എന്നൊരു ന്യായം അവിടെ കൊണ്ടുവന്നു എന്ന് വിചാരിച്ചു. ഫലാഭാവമിൽ ഉള്ളത് കൊണ്ട് ഫലം കിട്ടത്തില്ല. ചുരുക്കത്തിൽ ബ്രഹ്മജിജ്ഞാസ കൊണ്ട് ഒരുവനെ അറിയാനൊരു ആഗ്രഹം ഉണ്ടായി എന്നതുകൊണ്ട് അവന് പുണ്യമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വെറുതെ സമയം കളയണ്ട. പൂർവക്ഷം കൊണ്ടുവന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന് മറുപടി കൊടുക്കണം. അപ്പോൾ അവിടെ അതിന് യോജിച്ചതായിട്ടുള്ള പൂർവക്ഷത്തെ നിരസിക്കുന്ന തരത്തിലുള്ള അതിന് ഫലമുണ്ട്. അത് ലബ്ധകണ്ഠാഭരണവത് ഫലപ്രാപ്തിരസ്തി, ഇപ്രകാരം അതിന് ഫലമുണ്ട് എന്ന രീതിയിൽ അത് സമർത്ഥിച്ച് അവിടെ കൊണ്ടുവരണം. ഇങ്ങനെ സമർത്ഥിച്ചു കൊണ്ടുവന്നിട്ടാണ് ജിജ്ഞാസയുണ്ട് എന്നുള്ളത് കൊണ്ടല്ല ഫലം കിട്ടുന്നത്. പകരം ആ ജിജ്ഞാസ ഈ ബ്രഹ്മത്തിന്മേലുണ്ടാകുമ്പോൾ ആ ജിജ്ഞാസയുടെ ഫലമായിട്ട് ബ്രഹ്മാന്വേഷണമാണ് സംഭവിക്കുന്നത്. ബ്രഹ്മാന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവിഷയേ വിചാര, ബ്രഹ്മത്തെ വിചാരം ചെയ്യുന്നു. അപ്പം വിചാരത്തിന് യോഗ്യമാണോ ബ്രഹ്മം എന്നുള്ളത് അവിടെ കൊണ്ടുവന്നു. അപ്പം വന്നപ്പം വീണ്ടും സംശയമായി. അതാണ് ആദ്യം പറഞ്ഞ സംശയം, ബ്രഹ്മം വിചാരത്തിന് യോഗ്യമാണോ? അങ്ങനെ പറയുമ്പോഴാണ് ജ്ഞാതമാണോ ബ്രഹ്മം, അജ്ഞാതമാണോ ബ്രഹ്മം? ജ്ഞാതം ചേത്, അതായത് ബ്രഹ്മത്തെ അറിയാവുന്നതാണെങ്കിലോ വിചാരേണ കിം പ്രയോജനം, അറിയാവുന്നതിനെക്കുറിച്ച് ജിജ്ഞാസയുണ്ടായിട്ടോ അല്ലെങ്കിൽ വിചാരം ചെയ്തിട്ടോ എന്തിനാ പ്രയോജനം? പ്രയോജനമൊന്നുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു നമുക്കറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്മേൽ അറിവുണ്ടാവാൻ വേണ്ടിയിട്ട് ചിന്ത ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള അറിവ് നമ്മുടെ കയ്യിലുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടും വിചാരം ചെയ്യേണ്ട. അപ്പം ജ്ഞാതം ചെയ്ത് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മവിചാരം എന്ന് പറയുന്നത് ബ്രഹ്മവിചാരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ബ്രഹ്മജിജ്ഞാസ പോലും വ്യർത്ഥമാണ്. ഇനി അജ്ഞാതമാണെങ്കിലോ, അറിയാത്തതാണെങ്കിൽ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. അറിയാത്ത ആരെങ്കിലും വന്നിട്ട് നാല് വാക്കുകൾ പറഞ്ഞു, ആ വാക്കുകൾ ഏതെങ്കിലും സുലു ഭാഷയിലോ അല്ലെങ്കിൽ അങ്ങനെ തുളു ഭാഷയിലോ, ഇവിടെ തുളു ഇപ്പോൾ സംസാരിക്കുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, തുളു ഭാഷയിലോ എന്തെങ്കിലുമൊക്കെ രണ്ടുപേര് പറഞ്ഞു ചോദിച്ചു. അതല്ലെങ്കിൽ അതേമാതിരിയുള്ള ഇന്ത്യൻ ഭാഷ തന്നെ, ഒഡിയ ഭാഷയിലോ അല്ലെങ്കിൽ ആന്ധ്ര ഭാഷ ചിലപ്പം വേണമെങ്കിൽ നമുക്ക് കേട്ടാൽ മനസ്സിലായെന്ന് വരും. ഇപ്പം പറയാൻ പറ്റത്തില്ല. ഒഡിയ ഭാഷ വേണമെങ്കിലും കേട്ടാൽ മനസ്സിലായെന്ന് വരും. ഏതെങ്കിലും ഒരു ഭാഷയിൽ ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കത് കേട്ടിട്ട് പ്രത്യേകിച്ച് ജിജ്ഞാസ ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അജ്ഞാതം ചേത്, അറിയാത്തതാണെന്നുണ്ടെങ്കിൽ അതിന്മേലും പ്രത്യേകിച്ച് അത് നമുക്ക് ജിജ്ഞാസ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പം ബ്രഹ്മം ജ്ഞാതമാണെങ്കിലും ജിജ്ഞാസ ഉണ്ടാവേണ്ട കാര്യമില്ല, അജ്ഞാതമാണെങ്കിലും ജിജ്ഞാസ ഉണ്ടാവേണ്ട കാര്യമില്ല. വെറുതെ നമുക്ക് എന്തിനാണ് ബ്രഹ്മജിജ്ഞാസ? ഇങ്ങനെയൊക്കെയുള്ള പൂർവപക്ഷങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഉത്തരം പറയണം. അങ്ങനെ ഉത്തരം പറയുമ്പോഴാണ് അതിൻ്റെ സിദ്ധാന്തം എന്താ? സിദ്ധാന്തത്തിനാണ് അധ്യാസമുള്ളതിനാൽ ബ്രഹ്മം അഹം എന്ന രീതിയിൽ ഒരുവൻ സ്വയം തന്നെ അറിയുന്നു, പക്ഷേ അതൃപ്തനായിട്ട് ജീവിക്കുന്നു. ശാസ്ത്രത്തിൽ ബ്രഹ്മം സച്ചിദാനന്ദ ആത്മാ പരമാത്മാ അതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ബ്രഹ്മത്തെക്കുറിച്ച് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയും. അപ്പം ജീവാത്മ എന്ന രീതിയിൽ ഒരുവൻ തന്നെ അറിയുന്നു, പക്ഷേ ഇത് അധ്യാസമാണെന്ന് അറിയത്തില്ല, സ്വയം അങ്ങനെ ജീവിച്ചു പോകുന്നു. ഒരു ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ
ചർച്ച ചെയ്യാനിരിക്കുന്ന ആൾക്കാർ പഠിക്കാത്തവരെ വിളിച്ചിട്ട് നമുക്ക് ഒന്നും അറിയാത്ത ആൾക്കാരല്ലല്ലോ. അപ്പോൾ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ ശാസ്ത്രം പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വേദമൊക്കെ പഠിച്ചിട്ടാണ് ആളിരിക്കുന്നത് എന്നതുകൊണ്ട് ജിജ്ഞാസ ഉണ്ടാവണമെന്നില്ല. ജിജ്ഞാസ അതങ്ങോട്ട് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിചാരം ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് മറുപടി കൊടുത്തു കഴിയുമ്പോൾ സിദ്ധാന്തമായി. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. എന്താ ഇവിടെ കൊടുക്കുന്നത് ഇതാണ്. ശാസ്ത്രത്തെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു. അവനവൻ്റെ അറിവിലാണെങ്കിൽ അഹം ബ്രഹ്മ എന്നുള്ളത് ഒരിക്കലും അറിയില്ല. ശാസ്ത്രം പറയുന്നു തത്വമസി ചേതകേതോ എന്നൊക്കെ പറയുന്ന രീതിയിൽ നീ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നു. പിന്നെ പൊരുത്തക്കേടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അറിയേണ്ട വിഷയമായിട്ട് മാറി. ഇങ്ങനെ കൊടുത്തു. ഇപ്പം പൂർവപക്ഷവുമായി സിദ്ധാന്തവുമായി സംശയവുമായി വിഷയവുമായി അങ്ങനെ വരുമ്പോൾ ഇനി എന്താ ഉള്ളത്? നമുക്ക് സംഗതി എന്ന് പറയും. ഇപ്പോൾ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇവിടെ ഇപ്പം അത് ഇപ്പം ലബ്ധ കണ്ഠാഭരണവത്ത് എന്ന് പറഞ്ഞൊരു ഉദാഹരണം കൊടുത്തല്ലോ. ഈ മറന്നുപോയ കഴുത്തിൽ കിടക്കുന്ന ആഭരണം ജ്ഞാനത്തിലൂടെ തിരിച്ചു കിട്ടിയതുപോലെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ ഉദാഹരണം ഈ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ടോ? അവൻ മിടുക്കനാണ്, പശു കറുത്തിരിക്കുന്നത് പോലെ. ഇത് തമ്മിൽ എന്താ സംബന്ധമെന്ന് അപ്പോൾ എന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ ഇതിനൊരു സംബന്ധം ഉണ്ടാവേണ്ടത്, ഒരു ചേർച്ച ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ചേർച്ച ഉണ്ടാകുന്നതിനെയാണ് സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ സംഗതി ഉണ്ടെങ്കിൽ, അത് ഈ പാട്ടിലും പറയുമല്ലോ, സംഗതി പോയി എന്ന്, സംഗതി ഉണ്ട്, അതിന് സംഗതിയുടെ ജ്ഞാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ജീവൻ, അതിൻ്റെ സത്ത എന്ന് പറയുന്നത്. അതുപോലെ ഉദാഹരണത്തെ വെച്ചിട്ടല്ല പറയുന്നത്. ഉദാഹരണം മാത്രമല്ല, സകല കാര്യത്തിലും ഉണ്ട്. എല്ലാ കാര്യത്തിലും ഈ സംഗതി എന്ന് പറയുന്നത് ഒരു വിഷയം ഉണ്ട് എന്ന് സാരം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടാന്ത സംഗതി പറയാം നമുക്ക്. പിന്നുള്ളത് നമുക്ക് ആക്ഷേപസംഗതി. ഒരു ആക്ഷേപം. ഇപ്പം കുതഹ തസ്യ സന്ദിഗ്ധത്വം വിചാര്യത്വം ച ഇത്യാക്ഷേപസംഗതി. അപ്പോൾ അവിടെ ഒരു ആക്ഷേപം കൊണ്ടുവരാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ ആക്ഷേപസംഗതി എന്ന് പറയാം. ഞാൻ ഈ വായിക്കുന്നത് ഈ വൈയാസക്യ ന്യായമാല എന്ന് പറഞ്ഞിട്ട് പ്രശസ്തമായ ഗ്രന്ഥമുണ്ട്, വിദ്യാരണ്യ സ്വാമിയുണ്ട്. അതിനകത്തുള്ളതാണിത്, വൈയാസക്യ ന്യായമാല. ആക്ഷേപസംഗതി. പിന്നെ ദൃഷ്ടാന്ത സംഗതി. പിന്നെ പ്രത്യുദാഹരണ സംഗതി. അപ്പോൾ ഉദാഹരണം, പിന്നെ പ്രത്യുദാഹരണം. പ്രത്യുദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം കൊണ്ട് ഇങ്ങനെ. അതായത് എല്ലായിടത്തും ആണെന്നുണ്ടെങ്കിൽ ഈ ദൃഷ്ടാന്ത പ്രത്യുദാഹരണ സംഗതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഗതി. അപ്പോൾ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യോജിക്കുന്നതായിട്ടുള്ള ആ യോജിക്കൽ, അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ആ യോഗം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിതാണ് യോഗസംഗതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സംഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് യോഗം. അതുമായിട്ട് ആ യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അർജുന വിഷാദ യോഗം എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ഒരു 2-ാം അധ്യായത്തിലേക്ക് സാഖ്യയോഗത്തിലേക്ക് കടക്കുമ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ ഈ യുദ്ധക്കളത്തിലേക്ക് അർജുനൻ വരുന്നിടം തൊട്ട് ഈ 2-ാം അധ്യായത്തിൽ ഭഗവാൻ ഈ ഉപദേശം കൊടുക്കുന്നിടം വരെയുള്ളത് അതിനകത്ത് ഈ ശ്ലോകങ്ങളെയെല്ലാം കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകമാണ് അർജുനൻ്റെ ആ വിഷാദം. അപ്പോൾ അതാണ് അവിടുത്തെ സംഗതി എന്ന് പറയുന്നത്, അതാണ് അവിടുത്തെ യോഗം എന്ന്. അപ്പോൾ അർജുന വിഷാദം, അതുകൊണ്ടാണ് അവിടുത്തെ ഒരു യോഗം എന്ന് പറയുന്നത്. അർജുന വിഷാദ യോഗോനാമ. അങ്ങനെയുള്ള അർജുന വിഷാദമാണ് അവിടുത്തെ ആ ഒരു സംഗതി എന്ന് പറയുന്നത്, ചേർക്കുന്ന ത്രയണ്ണത്തിനെ ചേർത്ത്.
അപ്പോൾ പിന്നുള്ള ഒരു സെറ്റ് ശ്ലോകങ്ങളെ അതെന്തിനാണ് ചേർക്കുന്നത്? അത് ഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്ന സാഖ്യ ദർശനത്തിനെയാണ് ആ സെറ്റ് ശ്ലോകങ്ങൾ, എ ഗ്രൂപ്പ് ഓഫ് ശ്ലോകങ്ങൾ ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് സാഖ്യ യോഗ. പിന്നുള്ള ഒരു സെറ്റ് ശ്ലോകങ്ങൾ എന്ത് കണ്ടൻ്റാണ് അത് ഹോൾഡ് ചെയ്യുന്ന ശ്ലോകങ്ങൾ ഒന്നാകെയായിട്ടുള്ളത്. അപ്പോൾ അതാണ് അവിടുത്തെ കർമ്മം എന്ന് പറയുന്നതാണ് അവിടുത്തെ. അപ്പോൾ അത് കർമ്മയോഗ എന്ന്. അപ്പോൾ ഇങ്ങനെ അത് പോകുന്നു. അതാണ് ആ സംഗതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ദ്വിതീയാധ്യായ, രണ്ടാം അധ്യായം, കർമ്മയോഗം എന്ന പേര്, തൃതീയാധ്യായം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കെയർ ഓഫിലാണ് അവിടെ അധ്യായങ്ങളെ അവിടെ തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആ ഒരു സംഗതിയുടെ പേരിൽ അധ്യായങ്ങളെ തിരിച്ചിട്ടില്ല, പകരം ആ സംഗതിയും ഇവിടെ അധികരണങ്ങളെ തിരിക്കുന്നതിൻ്റെ ഒരു ഘടകമായി എന്നുള്ളത്. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ അധികരണങ്ങളെ തിരിക്കുന്നതിനകത്തൊരു ഘടകമാണ്. പൂർവപക്ഷവും സിദ്ധാന്തവും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇവിടെ ഒരു അധികരണമാകുന്നത് എന്നുള്ളതാണ് നമുക്ക്. എന്നാൽ അതിനകത്ത് നമുക്ക് കാണേണ്ടത് ഈ ഒന്നിൽ കൂടുതൽ ചിലപ്പം പൂർവപക്ഷങ്ങൾ, ചിലപ്പോൾ ഒരു അധികരണത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ പൂർവപക്ഷങ്ങളുടെ അവതരണങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. അതായത് സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഗതി എന്ന് പറയുന്നത്. പ്രാസംഗിക സംഗതി, സേയം പ്രാസംഗിക സംഗതി, അത് പ്രാസംഗിക എന്നുള്ള സംഗതി എന്ന് പറയുന്നത്. ന്യായസംഗതി നിരൂപിത, തദേവം ന്യായസംഗതി നിരൂപിത. ഇപ്രകാരം ന്യായസംഗതിയെ ഇവിടെ നിരൂപിച്ചു എന്ന്. അപ്പോൾ ഈ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനോടും യോജിക്കുന്ന ഒന്നാണ്, എല്ലാത്തിനെയും കൂടെ യോജിപ്പിക്കുന്ന ഒന്നാണ് സംഗതി. അപ്പോൾ നമ്മളിപ്പം സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാമാണ്. അപ്പോൾ അതിനകത്ത് ഉദാഹരണ സംഗതി, പ്രത്യുദാഹരണ സംഗതി, ന്യായസംഗതി, ഇങ്ങനെ പല സംഗതി എന്ന് പറഞ്ഞ് കേട്ടല്ലേ, അത്രയും സംഗതി. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരു അധികരണം എന്ന് പറയും. അപ്പം ഇതെല്ലാത്തും കൂടെ ഒരു അധികരണത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ 5 എണ്ണവും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഉള്ള ഒരധികരണമാണ് ഒന്നാമത്തെ സൂത്രം. ആ സൂത്രം തന്നെ ഒരധികരണമാണ്, ബ്രഹ്മജിജ്ഞാസ. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് ഈ അധികരണത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ 5 ഘടകങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന 3 അതഹ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞിരിക്കുന്ന 3 വാക്കുകളിലായിട്ട് ഉണ്ട് എന്ന് സാരം. ഇനിയിപ്പം നമുക്ക് ഈ സിദ്ധാന്തം എന്നിവിടെ പറഞ്ഞില്ല, അതായത് പൂർവപക്ഷം എന്ന് പറഞ്ഞില്ല, പിന്നെ പറഞ്ഞിരിക്കുന്നത് സംശയമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ സിദ്ധാന്തത്തിൽ എന്തൊക്കെയുണ്ടെങ്കിലും ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവപക്ഷക്കാർക്ക് ന്യായമില്ലാണ്ട് പറയാം, പക്ഷെ സിദ്ധാന്തം ന്യായമില്ലാണ്ട് പറയാൻ പാടില്ല. പിന്നെ പൂർവപക്ഷങ്ങൾക്ക്, അതായത് പൂർവപക്ഷം എന്ന് പറഞ്ഞാൽ തോന്നിയത് പറയാമെന്ന് സാരം. ഈ ചർച്ചകളിലൊക്കെ, നമ്മുടെ ഈ അന്തിച്ചർച്ചകളിലൊക്കെ ചന്തച്ചർച്ചയും അന്തിച്ചർച്ചയും ഒരുപോലെയാകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ധാന്തം പറയുന്ന സമയത്ത് സിദ്ധാന്തത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, അത് പറയാനില്ല, കണ്ടന്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ പൂർവപക്ഷങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിട്ട് മാറും. അപ്പോൾ സിദ്ധാന്തത്തിൽ അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം? സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം സിദ്ധാന്തപക്ഷത്തിലായെങ്കിൽ മാത്രമേ മറുഭാഗത്തിന് പൂർവപക്ഷമാകാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിനെ അല്ലെങ്കിൽ 2 പേരും സിദ്ധാന്തങ്ങൾ പറഞ്ഞാലോ, അന്നേരം പിന്നെ അതൊരു ചർച്ചയെന്നല്ല പറയുന്നത്, അതിനെ പിന്നെ ഒരു ഒരു ചായപ്പേ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതൊരു വേറൊരു തരത്തിൽ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമുള്ള വാർത്താലാപം നമ്മൾ പറയുമല്ലോ, അതായത് വിഹാരശയ്യാസന ഭോജനേഷു എന്ന് പറയുന്ന മാതിരി സൗഹൃദ സംഭാഷണം എന്നുള്ള ഒരു പ്രയോഗത്തിലേക്ക്. തമാശ പറഞ്ഞിരിക്കല്ലേ, അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും തമാശയൊക്കെ പറഞ്ഞ് സമയം കളയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഈ സിദ്ധാന്തപക്ഷത്ത് യോജിച്ചിരിക്കുന്നത് ഈ 6 കാര്യങ്ങളുണ്ടായിരിക്കണം. 1
ഉപക്രമ ഉപസംഹാരങ്ങൾ. അതായത് സിദ്ധാന്തം, അതായത് ഇതിനകത്ത് ഈ ബ്രഹ്മസൂത്രം ഒന്നാകെ ഒരു സിദ്ധാന്തമുണ്ട്, ആ തരത്തിൽ എടുക്കരുത്. പകരം ഒരു അധികരണത്തിനെയാണ് ഇവിടെ പറയുന്നത്. ഈ അധികരണത്തിൽ ഈ സിദ്ധാന്തമുണ്ട്, അതിനകത്തൊരു പൂർവപക്ഷമുണ്ട്, സിദ്ധാന്തവുമുണ്ട്. അങ്ങനെ ആ പൂർവപക്ഷത്തെ അവതരിപ്പിക്കുകയും സിദ്ധാന്തത്തെ അവതരിപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാഖ്യാനം, വലിയ വ്യാഖ്യാനം എന്ന് പറഞ്ഞു വരുന്നത്. ഈ പൂർവപക്ഷത്തിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, ബ്രഹ്മമുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ, പിന്നെ ബ്രഹ്മത്തെ അറിഞ്ഞാലുള്ള സംശയങ്ങൾ, സംശയം എന്നുള്ള രീതിയിലല്ല. പൂർവപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്, സംശയമായിട്ട് തന്നെ കിടപ്പുണ്ടല്ലോ, സ്ട്രോങ് ആയിട്ട് മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കണം. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴല്ല പൂർവപക്ഷം ഇഷ്ടം പോലെ കൊണ്ടുവരാം. ഇനി അടുത്ത സിദ്ധാന്തം കൊണ്ടുവരുമ്പോഴോ സിദ്ധാന്തം ഇഷ്ടം പോലെ സിദ്ധാന്തം കൊണ്ടുവന്ന് തെറ്റാകും. പിന്നെയോ സിദ്ധാന്തം കൃത്യമായിരിക്കണം. 1000 ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷേ ഒറ്റ ഉത്തരമായിരിക്കണം. എങ്കിലേ 1000 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒന്ന് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പകരം 1000 ചോദ്യങ്ങൾക്ക് 1000 ഉത്തരമാണെന്നുണ്ടെങ്കിൽ 1000 വിഷയങ്ങളാണ് പരാമർശിച്ചത്, അല്ലാതെ ഒരു വിഷയമല്ല. അപ്പോൾ ഇവിടെ ഒരധികരണത്തിൻ്റെ പൂർവപക്ഷം എത്ര വേണേലും കൊണ്ടുവന്നാൽ പോലും സിദ്ധാന്തം പലതായിട്ട് മാറാൻ പാടില്ല, ഒരു സിദ്ധാന്തമായിരിക്കും. അപ്പോൾ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താന്ന് പറയേണ്ടത്, അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ, അതാണ് ഇവിടുത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത്. നമുക്ക് എല്ലായിടത്തും സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് സബ്ജക്റ്റ് മാറ്റർ, അതായത് സംശയവിപര്യമില്ലാതെ, യാതൊരു തെറ്റിദ്ധാരണയുമില്ലാതെ കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാമ്പ് അടിക്കണം. എന്ന് വെച്ചാൽ മുദ്ര, ഈ നമ്മളുണ്ടല്ലോ യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് ഒരു സീലടിക്കുന്നത് പോലെ സീലടിച്ചെങ്കിൽ മാത്രമേ പൂർവപക്ഷം അല്ല സിദ്ധാന്തമായിട്ട് മാറത്തുള്ളൂ. സംശയത്തിൽ കിടന്നാൽ പൂർവപക്ഷത്തിൽ തന്നെ പോകും. അപ്പോൾ എന്തൊക്കെയാണ് ഇത് വേണ്ടത്? 6 ലക്ഷണങ്ങളുണ്ട് സിദ്ധാന്തത്തിൽ. ഉപക്രമ ഉപസംഹാരങ്ങൾ. ഉപക്രമം തുടക്കം, ഉപസംഹാരം അവസാനിക്കും. രണ്ടും ഉണ്ടായിരിക്കണം. പറയാൻ പോയി കഴിഞ്ഞ ശേഷം പിന്നെ അത് അവസാനിക്കാതെ പോയിക്കൊണ്ടേയിരിക്കലാവരുത്. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തണം. അതാണ് ഉപക്രമ ഉപസംഹാരം. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയും പ്രഭാഷണം അവസാനിക്കുമ്പോൾ ഒരു ഏത് പ്രോഗ്രാമാണെങ്കിലും അങ്ങനെ അതിൻ്റെ ഒരു അവസാനവും ഒരു പ്രാർത്ഥന കൊണ്ടുവെക്കുന്നു. അതായത് പിന്നെ ആൾക്കാർക്ക് ആർക്കും സംശയം ഉണ്ടാവരുത്, ഇനിയുണ്ടോ എന്നുള്ളത്. അതാണ് ഉപക്രമ ഉപസംഹാരം. പിന്നെ അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി, ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ളതാണ് ഇതിലെ 6 ലിംഗങ്ങൾ അല്ലെങ്കിൽ 6 ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ലിംഗം എന്ന് പറഞ്ഞാൽ ലക്ഷണം. 6 ലിംഗങ്ങൾ അല്ലെങ്കിൽ 6 അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി. ഇതിൻ്റെ ഈ 6 കുറിച്ച് എവിടെയെങ്കിലും അർത്ഥമോ റെഫറൻസോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഫോർവേഡ് ചെയ്യാം ഗ്രൂപ്പിലേക്ക് കേട്ടോ. നിർവചനമോ ഉദാഹരണം, ഇങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്ക്, ഇത്രയും ഉണ്ടെങ്കിൽ സിദ്ധാന്തമാണ്. 7 വരത്തില്ലല്ലോ. ഉപക്രമ ഉപസംഹാരം ഒന്നായിട്ടാണ്. അതുകൊണ്ട് ഉപക്രമോപസംഹാരങ്ങൾ അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ എന്താണ് ഇവിടുത്തെ ഇതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒന്നാമത്തെ സൂത്രത്തെ എടുത്തു. ഒന്നാമത്തെ സൂത്രം എടുത്തു കഴിഞ്ഞപ്പോൾ അധ എന്ന് പറയുമ്പോൾ അനന്തരം എന്ന് കിട്ടി. അതഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ന് കിട്ടി. പിന്നെ ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ, ബ്രഹ്മജിജ്ഞാസ വേണം എന്നത്. അപ്പം നമുക്കിവിടെ ഈ പൂർവപക്ഷവും സിദ്ധാന്തവും ഈ സൂത്രത്തിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പറയാം. ബ്രഹ്മം വിചാരാർഹമല്ല. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മത്തെപ്പറ്റി സംശയമോ അതിൻ്റെ നിശ്ചയമോ കൊണ്ട് യാതൊരു ഫലവും കിട്ടുന്നില്ല. ഇങ്ങനെ പറഞ്ഞു വിചാരിക്കുക എന്ന് പൂർവപക്ഷം. അതായത് ബ്രഹ്മം
മോക്ഷത്തിന് അർഹമല്ല എന്ന പൂർവപക്ഷം. മുക്തിരൂപമായ ഫലമുള്ളതുകൊണ്ട് വേദാന്ത വാക്യങ്ങൾ ആ വഴിക്ക് അതിനെ നിർവചിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് ബ്രഹ്മ വിചാരം കൊണ്ട് മുക്തിയാകുന്ന ഫലം ലഭിക്കുമെന്ന് സിദ്ധാന്തം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് അത് പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവരേണ്ട സിദ്ധാന്തം അങ്ങനെയല്ല. വേദവാക്യങ്ങളുടെ വിശകലനമാണ് ടെക്സ്റ്റ്, അവനവൻ്റെ അനുഭവങ്ങളുടെ വിശകലനമല്ല ടെക്സ്റ്റ്. ഒരു കാര്യം പ്രത്യേകം നമ്മളിവിടെ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ പറയുന്നത് പൂർവപക്ഷം അവതരിപ്പിക്കുമ്പോഴും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിന് വെളിയിൽ പോകാം, അവനവൻ്റെ തോന്നിയത് വേണം ഇച്ചിരി പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് കൊണ്ടുവന്ന് പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് വേദവാക്യങ്ങൾക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ അതതിൻ്റെ ഉത്തരമായി. പക്ഷേ സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദവാക്യത്തിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. ആ വേദവാക്യത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, അതിൻ്റെ അർത്ഥപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, വാക്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വാക്യാർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അർത്ഥപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ഉപക്രമ ഉപസംഹാരങ്ങൾ തൊട്ട് ഉപപത്തി വരെയുള്ള 6 ഉണ്ടാവാൻ. അപ്പോൾ അതുകൊണ്ട് മുക്തിഫലം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇതുകൊണ്ട് ഒരുവനത് അറിയുന്നില്ലല്ലോ, വയലിൽ ജോലി ചെയ്യുന്നവനത് അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞെടുത്തുകൊണ്ട് വരരുത്. കാരണം അതല്ല ഇവിടുത്തെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വേദസൂത്രമാണ് വിഷയം. ആ വേദസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വിശകലനത്തിൽ വേദസൂത്രങ്ങൾ മറ്റെവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അതുവഴിയാണ് സിദ്ധാന്തപക്ഷം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് സ്വാനുഭവം എന്ന് പറയുന്നതോ മറ്റുള്ളവരുടെ വിചാരമോ ഒന്നിനും ഇവിടെ പ്രസക്തിയില്ല. ശുദ്ധമായിട്ട് വേദാന്ത വാക്യ വിചാരമാണ് സിദ്ധാന്തം.